ഹായ് ഗൈസ്, അപ്പോൾ പണ്ട് നടന്നൊരു സംഭവം ഞാൻ പറയാം. പണ്ട് കാട്ടിലൂടെ രണ്ട് വഴി യാത്രക്കാർ നടന്നു പോകുമ്പോൾ ആ കാട്ടിനുള്ളിൽ ഒരു ചെറിയ കൂരയിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു വൃദ്ധയുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടു പേരും രാത്രി അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വൃദ്ധയോട് അനുവാദം ചോദിക്കുന്നു. അങ്ങനെ വൃദ്ധ താമസിക്കാൻ അവർക്ക് സമ്മതം കൊടുക്കും. അപ്പോ രാത്രി അവര് രണ്ടുപേരും അവരുടെ ഹാളിൽ രണ്ടുപേരും അവരുടെ സഞ്ചിയിൽ നിന്ന് റവ എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിലൊരാൾ പറയുന്നു, നമ്മൾ ഈ റവ ഉണ്ടാക്കുമ്പോ ചിലപ്പോ ഈ വൃദ്ധയ്ക്ക് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒന്നും ഉണ്ടാക്കണ്ട. അപ്പൊ ഇത് കിച്ചണിൽ ഉണ്ടായിരുന്ന വൃദ്ധ കേട്ടു. അപ്പോ കേട്ടിട്ട് വൃദ്ധ ഒന്നും അറിയാതെ പോലെ അവരെ അടുത്ത് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്ന് ഞാൻ മഴ കൊണ്ട് റവ ഉണ്ടാക്കാൻ പോവുകയാണ്, അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ അവര് അത്ഭുതമായി. മഴ കൊണ്ട് റവ ഉണ്ടാക്കുക, എന്തെങ്കിലും അത് പരീക്ഷിക്കാമെന്ന് കരുതി അവര് ആയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ വൃദ്ധ ഒരു അടുപ്പിൽ ചട്ടി വെച്ചു, വെള്ളം ചൂടാക്കി, എന്നിട്ട് മെഴുകെടുത്തിട്ട് അതിൽ വെച്ചു. അപ്പൊ ഇത് കണ്ട അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എന്നിട്ട് വൃദ്ധ അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഇതിൽ ഇടാൻ റവ കൂടെ വേണം. അപ്പൊ അവർക്ക് എന്തായാലും ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് അവരുടെ സഞ്ചിയിലുണ്ടായിരുന്ന റവ അവർക്ക് എടുത്തു കൊടുത്തു. അവര് റവ ഉണ്ടാക്കി, എന്നിട്ട് മൂന്നുപേരും ചേർന്ന് കഴിച്ചു. അപ്പോ ഇതൊക്കെയാണ് ചില മനുഷ്യർ നമുക്ക് സഹായിക്കുന്നവരോട് പോലും തിരിച്ച് നമ്മൾ സഹായിച്ചാൽ നമ്മുടെ ഉള്ളതും കൂടി നമ്മൾ നഷ്ടപ്പെടുമോ എന്ന ചിന്തയാണ് പലർക്കും. ഒന്നുമില്ലെങ്കിലും നമ്മൾ കരുണ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി നൽകാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എന്തും നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല പുഞ്ചിരി നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കണം.